ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തൊണ്ടി മുതലായി പിടിച്ചെടുത്ത സ്വർണത്തിന്റെ പരിശോധന VSSയിൽ നടക്കുന്നു. നിർണായക പരിശോധനാ ഫലം ജനുവരി 5-നുള്ളിൽ ലഭിക്കും. പിടിച്ചെടുത്ത സ്വർണം ശബരിമലയിലെ യഥാർത്ഥ സ്വർണമാണോ എന്നാണ് പരിശോധന നടക്കുന്നത്. പരിശോധനാ ഫലം നെഗറ്റീവായാൽ ശബരിമലയിലെ യഥാർത്ഥ സ്വർണം രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയിരിക്കുവാനുള്ള സാധ്യതയാണ് പിന്നീട് അന്വേഷിക്കുക. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, പറയൂ കൂടുതൽ വിവരങ്ങൾ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം മറ്റൊരു നിർണായക ഘട്ടത്തിലൂടെ കടക്കുകയാണ്. നിലവിൽ ഈ ശബരിമലയിൽ നിന്നും കള്ളക്കടത്ത് ചെയ്ത ആ സ്വർണം, പിടിച്ചെടുത്ത സ്വർണം, ആ തൊണ്ടി മുതലായി ലഭിച്ച സ്വർണത്തിന്റെ രാസപരിശോധന കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് രാസപരിശോധന നടക്കുന്നത്. അതായത് ശബരിമലയിലെ കട്ടിളപ്പാളികളിലെയും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കടത്തിയ സ്വർണം, ആ സ്വർണം തന്നെയാണോ അന്വേഷണത്തിൽ പിടിച്ചെടുത്തത് എന്നതാണ് പ്രധാനമായും ഈ രാസപരിശോധനയിലൂടെ തെളിയേണ്ടത്. അങ്ങനെ ആ രാസപരിശോധനാ ഫലം കൂടി ആശ്രയിച്ചായിരിക്കും കേസിന്റെ മറ്റൊരു ഘട്ടത്തിലേക്കുള്ള അന്വേഷണം കടക്കുകയുള്ളൂ. അതായത് നിലവിൽ ഈ സ്വർണം, ആ സ്വർണത്തിന്റെ രാസപരിശോധനാ ഫലം നെഗറ്റീവായാൽ ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം അത് വിദേശത്തേക്കടക്കം കടത്തുവാനുള്ള സാധ്യത, അതായത് ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം അത് വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള, കള്ളക്കടത്ത് നടത്തുവാനുള്ള സാധ്യത കൂടി തെളിയും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാസപരിശോധനാ ഫലം വളരെ നിർണായകമാകും. അന്വേഷണ സംഘവും ഈ രാസപരിശോധനാ ഫലത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ മറ്റൊരു ഘട്ടത്തിലേക്ക്, അതായത് ഈ വിദേശ ബന്ധം അടക്കമുള്ള അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിലേക്ക് അടക്കം അന്വേഷണം കടക്കുകയും ചെയ്യും. നിലവിൽ ഈ ഡീമണിയെ ചോദ്യം ചെയ്തതിന് പിന്നാലെ, അതോടൊപ്പം തന്നെ അതിന് മുമ്പടക്കം ഇത്തരത്തിൽ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ടോ, വിഗ്രഹക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അന്വേഷണ സംഘത്തിന് അങ്ങനെ ആ നിലയിലേക്ക് എത്തുന്നതിന് വേണ്ട തെളിവുകളോ മറ്റൊന്നും ലഭിച്ചിട്ടുമില്ല. നിലവിൽ ഈ ഡീമണിയെ ചോദ്യം ചെയ്തത് മാത്രമാണ് ഇതിലൊരു ഘടകമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണത്തിന്റെ രാസഫലം, VSSയിൽ നടക്കുന്ന രാസപരിശോധനാ ഫലം അതൊരു നിർണായക ഘടകമായിട്ട് മാറും. അതിൽ നെഗറ്റീവാണ് ഫലമെങ്കിൽ തുടർന്ന് സ്വർണം എവിടെ കൊണ്ടുപോയി, അല്ലെങ്കിൽ യഥാർത്ഥ സ്വർണം എവിടെ എന്നൊരു ചോദ്യം ഉയരും. ആ ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അതായത് ഇതിൽ വലിയൊരു ശൃംഖലകൾ ബന്ധപ്പെട്ടിട്ടിരിക്കുന്നു. അത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാകാം എന്നത് അടക്കമുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തിച്ചേരേണ്ടി വരും. അങ്ങനെ തുടർന്ന് ഈ കള്ളക്കടത്ത് നടത്തിയ സ്വർണം അത് രാജ്യാന്തര തലത്തിലേക്ക്, രാജ്യാന്തര തലത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്തുകാർ കൊണ്ടുപോയോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പിന്നീട് അന്വേഷിക്കേണ്ടി വരും. അതും ഡീമണി അടക്കം കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ട് ഈ തെളിവുകൾ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിനെല്ലാം നിർണായക ഘടകം എന്ന് പറയുന്നത് നിലവിലെ രാസപരിശോധനാ ഫലം തന്നെയാണ്. ജനുവരി 5-ാം തീയതിയോടുകൂടി പരിശോധനാ ഫലം വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൂടി ലഭിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയും. എന്തായാലും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഡീമണി അടക്കം ഉടൻ ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു ഘട്ടത്തിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിന് നിർണായക ഘടകമായി മാറുന്നത് ഈ രാസപരിശോധനാ ഫലം തന്നെയായിരിക്കും. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.